എല്ലാവർക്കും. എന്റെ പേര് ആതിര. പുതിയ മുഖമാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇത്തിരി സൗണ്ടിൽ പറയോ? കേൾക്കണില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ എന്റെ പേര് ആതിര. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏത് ഭാഗമാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സുകളില് യൂണിറ്റ് 1 യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 1 യൂണിറ്റ് 4 പഠിച്ചു. നമ്മളിപ്പോ ഇന്നൊരു പുതിയ യൂണിറ്റ് ആണ് തുടങ്ങുന്നത്. യൂണിറ്റ് 7 ആണ്, ഹെൽത്ത് കെയർ. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് ആതിര. കേൾക്കുന്നില്ലേ? മിസ്സിനെ കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല. കാണുന്നില്ല. നിങ്ങൾ ക്യാമറ വെച്ചൊക്കെ നമുക്ക് അതായത് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണാമോ? ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 7 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ടോപ്പിക്കിന്റെ പേര്? ഹെൽത്ത് കെയർ അല്ലെ? ആരോഗ്യ സംരക്ഷണം. എന്താണ് ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാല്? അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി ഇല്ലേ, മറന്നുപോയോ നിങ്ങള്? ആരാണെന്ന് പ്രേയർ പാടുന്നത്? ഒരാളൊന്ന് പ്രേയർ പാടി. കുട്ടികളെ നിങ്ങൾ കേൾക്കുന്നില്ലേ പ്രേയർ പാടാൻ? ആരാണ് പാടാറുള്ളത്? മാം, ഞാൻ ജിസ്ന. ജിസ്ന പാടിക്കോളൂ കേട്ടോ. We shall overcome, we shall overcome, we shall overcome someday. Oh, trust in my heart, I do believe in. We shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe in. We shall overcome someday. Okay, very good, Gisna. Thank you, ma'am. Okay. അപ്പോ ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും തന്നെ ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമാണ് നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാകുകയുള്ളൂ അല്ലേ? അപ്പോ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആരോഗ്യ സംരക്ഷണങ്ങള് നടക്കുന്നത്? ഏതെല്ലാം എങ്ങനെയാണ്, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്, ആരൊക്കെയാണ് ആരോഗ്യ സംരക്ഷണത്തിന് നമുക്ക് കൂടുന്നത്? മിസ്സിനെ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? എല്ലാവർക്കും ഒരേപോലെയാണോ? കാണുന്നുണ്ടല്ലോ. റേഞ്ച് ഉള്ളോടത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താ? ഇമ്മ്യൂണൈസേഷൻ അല്ലേ? എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഇമ്മ്യൂണൈസേഷൻ? പ്രതിരോധ കുത്തിവെപ്പ് അല്ലേ? പ്രതിരോധ കുത്തിവെപ്പുകൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അല്ലേ? എന്തിനാണ് പ്രതിരോധം? നമുക്ക് എന്തിൽ നിന്നുള്ള പ്രതിരോധമാണ്?
അസുഖത്തിൽ നിന്ന് ഡിസീസസ് അല്ലേ? ഓക്കെ ആ ഓക്കെ ഓക്കെ. നമ്മൾക്ക് അറിയാം അല്ലേ എന്തെങ്കിലും തരം രോഗങ്ങളിൽ നിന്നുള്ളൊരു പ്രതിരോധമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുത്തിവെപ്പുകൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ ഈ ഭാഗം എന്ന് പറയുന്നത് പ്രധാനമായും പ്രധാനപ്പെട്ട പ്രതിരോധ കുത്തിവെപ്പുകളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഏതെല്ലാം പ്രതിരോധ കുത്തിവെപ്പുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇൻട്രൊഡക്ഷൻ ഭാഗം എന്ന നിലയിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡിഫ്തീരിയ, പെർtussis or whooping cough and tetanus lockjaw അല്ലെ? ഇവിടെ 3 പ്രതിരോധ കുത്തിവെപ്പുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ മെസ്സേജ് അയക്കുന്ന മോളെ? മനസ്സിലായില്ല കേട്ടോ. കാണാൻ പറ്റുന്നില്ലെന്നാണോ? മൈക്രോഫോൺ ഓഫ് ചെയ്തിട്ടായിരിക്കണം. നമുക്ക് സമയം തരാം കേട്ടോ. ഒന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ. Immunization against these 3 diseases is given one connected shot. The DPT shot first is given when the baby is 6 weeks old, followed by a second at 10 weeks, and a third at 40 weeks, at 18 months, and again at 40.5 years. A booster DPT shot is given between age of 12 and 14 years. The child is given a booster of diphtheria and tetanus, but not for pertussis. നിങ്ങളതൊന്ന് വായിച്ചു നോക്കി. വായിക്കുന്നില്ലേ? വായിക്കുന്നുണ്ട് മാം. ഓക്കെ, വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട് മാം. വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട്. അപ്പോ പ്രതിരോധം എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്തീരിയ അല്ലേ? എന്താണ് ഡിഫ്തീരിയ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാല്? ഒരാളൊന്ന് പറഞ്ഞേ. വയറിളക്കം. തൊണ്ടയിലുള്ള വെള്ള കളർ പാടം മൂടിയ പോലെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും ഇത് വന്നിട്ടുണ്ടോ? ഇല്ല. വരാതിരിക്കട്ടെ അല്ലേ? ഓക്കെ, എന്താണ് ഡിഫ്തീരിയ? ഇതിന്റെ ബാക്കി കാരണങ്ങളും രോഗലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് അറിയാവുന്നതാണോ? ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരാൾ എല്ലാവരും കൂടി പറയല്ലേ? ഒരാൾ പറഞ്ഞേ. ഞങ്ങള് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ആ ഓക്കെ, ഈ ഭാഗം ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? യൂണിറ്റ് 7 എടുത്തിട്ടുണ്ടോ? യൂണിറ്റ് 4 ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ടോ അല്ലേ? ഓക്കെ, അതൊക്കെ ഞങ്ങള് ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ഡിഫ്തീരിയ എന്ന് നോക്കാം അല്ലേ? തൊണ്ടയിൽ മുള്ള എന്നാണ് അതിനെ പറയുന്നത് അല്ലേ? ആ യൂണിറ്റ് 4 നിങ്ങൾ ഓക്കെ യൂണിറ്റ് 4 ഡിഫ്തീരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ള ബാക്കി കാര്യങ്ങള് അല്ലേ? എന്താണ് ഈ തൊണ്ടയിൽ മുള്ള എന്ന് പറഞ്ഞാല്?
മെമ്പറിൻ ആ, ട്രക്കിയിലാണ് കാണുന്നത്. ഉം. ഇത് തൊണ്ടയിൽ വരുന്നൊരു അസുഖമാണ്. ആ, വൈഫൈ ആൻഡ് ട്രക്കിയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ആണ് ഇതിന്റെ സിംറ്റംസ് പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. തൊണ്ടയിൽ ഒരു വെള്ള പാട പോലെ രൂപപ്പെടും. പിന്നെ ഇതിന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ആ ശ്വാസമുട്ടൽ മൂലം കുട്ടികൾ മരണം വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഇത് നമുക്ക് പറയണ്ട, അറിയാത്തവരുണ്ടാവില്ല ഈ കൂട്ടത്തിൽ ചിലപ്പോ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം ക്ലിയർ അല്ലേ നിങ്ങൾക്ക് അവിടെ? അപ്പോ ഈ ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്? ഇമ്മ്യൂണൈസേഷൻ അഗൈൻസ്റ്റ് these three diseases is given in one connected shot. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DPT എന്ന് പറയുന്നത് അല്ലേ? ഈ 3 അസുഖങ്ങൾക്ക് നിന്നുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? DPT ഷോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ DPTയുടെ ഫുൾ ഫോം എന്താണ്? അപ്പോ ഈ ഡിഫ്തീരിയ അതുപോലെ തന്നെ പെർtussis ആൻഡ് ടെറ്റനസ് എന്നീ മാരക രോഗങ്ങള് എന്താണ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണത്? ശിശുക്കൾക്കായിട്ട് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണിത് DPT എന്ന പേരില് അറിയപ്പെടുന്നത് അല്ലെ? എന്താണ്? ഡിഫ്തീരിയ, തൊണ്ടയിൽ മുഴനാപ്പനി അഥവാ pertussis and tetanus എന്നീ മാരക രോഗങ്ങൾ എന്താണ് ബാധിക്കാതിരിക്കാനായിട്ട് ശിശുക്കൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എന്ത്? DPT വാക്സിൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞേ, എന്താണ് DPT വാക്സിൻ എന്ന് പറഞ്ഞാല്? രോഗങ്ങൾ വരാണ്ടിരിക്കാൻ നൽകുന്ന ഷോട്ട് ആണ് DPT. മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണത്? മറ്റൊരു പേര് DPT ഷോട്ടിന്റെ മറ്റൊരു പേരെന്താണ്? ട്രിപ്പിൾ വാക്സിൻ കേട്ടോ. ട്രിപ്പിൾ വാക്സിൻ എന്ന പേരിലോ ഈ DPT വാക്സിനുകള് അറിയപ്പെടുന്നുണ്ട്. എല്ലാരും മ്യൂട്ട് ചെയ്തേ. സമാധാനത്തിലിരുന്ന് ക്ലാസ് കേൾക്കുക കേട്ടോ. ഗപ്പ് പിടിക്കണ്ട നിങ്ങൾ. ക്ലിയർ അല്ല, സൗണ്ട് ക്ലിയർ അല്ല എന്നാണോ പറയണേ? എല്ലാവർക്കും ഒരേപോലെയാണോ? ക്ലിയർ അല്ലാതെയാണോ കേൾക്കുന്നേ? ക്ലിയർ ഇല്ല ടീച്ചർ. എന്തോ ക്ലിയർ ആകുന്നില്ല, ക്ലിയർ ആകുന്നില്ല. ഞാനൊന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. ഞാനൊന്ന് പറയുന്നത് കേട്ടോ. റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരിക്കുക. നിങ്ങൾ ശബ്ദം ഉണ്ടാകാതിരിക്കുക. നിങ്ങൾ ശബ്ദം ഉണ്ടാകാതിരിക്കാനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും അവസരം തരാം. അപ്പൊ ഓരോരുത്തർ പറഞ്ഞോളൂ കേട്ടോ. എല്ലാവരും കൂടി സംസാരിച്ചാൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവില്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് എന്ന് പറയുന്നത്? ഇതെല്ലാം എന്താണ്? രോഗം വരാതിരിക്കാൻ, മാരക രോഗങ്ങള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിശുക്കളിൽ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എന്ത്? അങ്ങനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന പേരാണ് എന്ത്? DPT എന്ന് പറയുന്നത്. ഇത് പ്രതിരോധ വാക്സിനുകളാണ്. ഇവയെ ട്രിപ്പിൾ വാക്സിൻ എന്ന പേരിലോ അറിയപ്പെടുന്നു. എന്താണ്? ട്രിപ്പിൾ വാക്സിൻ എന്ന പേരില് അറിയപ്പെടുന്നു. ഓക്കെ, അത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇത് 3 പ്രതിരോധ കുത്തിവയ്പ്പുകളാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? എല്ലാവരും എന്താണ് കുട്ടികളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളിൽ കുട്ടികളൊക്കെ എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുത്തതായിട്ട് നമുക്ക് അറിവുണ്ടാവും അല്ലേ? ഓക്കെ.
ഓക്കെ, അപ്പോ the first evening when the baby is 6 weeks, ഈ ഡോസ് എപ്പോഴാണ് ആദ്യം നൽകുന്നത്? 6 ആഴ്ചയിലാണ്. കുഞ്ഞുങ്ങളിലെ 6 ആഴ്ചയിലാണ് ആദ്യത്തെ ഡോസ് ഇതിൽ നൽകുന്നത്. അതിനുശേഷം എന്താണ്? 10 ആഴ്ചയ്ക്ക് ശേഷം പിന്നീടുള്ള ഡോസ് നൽകുന്നു. ആദ്യം എന്താണ്? 6 ആഴ്ചയ്ക്ക് ശേഷം, 6 ആഴ്ചയ്ക്കാണ് ആദ്യം നൽകുന്നത്. അതിനുശേഷം എന്താണ്? 10 വീക്സിൽ എന്ത് നൽകുന്നു? ബൂസ്റ്റർ നൽകുന്നു. പിന്നെ അതിനുശേഷം and a third at 14 weeks. Okay. പിന്നെ എന്താണ്? At 18 months എന്താണ്? 18 മാസങ്ങളിൽ വീണ്ടും എന്താണ്? And again 4.5 years 4.5 വർഷത്തിന് ശേഷം എന്താണ്? ബൂസ്റ്റർ ഡോസ് നൽകപ്പെടുന്നത്. Between the age of 12 and 14 years, the child is given a booster for diphtheria and tetanus, but not for pertussis. എന്താണ്? 12നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഡിഫ്തീരിയ, ടെറ്റനസ് എന്നിവയ്ക്കുള്ള ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകപ്പെടുന്നുണ്ട്. ഏത് കാലയളവില്? 12നും 14നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളില് ടെറ്റനസിനും ഡിഫ്തീരിയക്കുമുള്ള ഡോസുകൾ നൽകുന്നുണ്ട്. പ്രതിരോധ കുത്തിവെപ്പുകള് നൽകുന്നുണ്ട്. ആദ്യത്തെ ഏതാഴ്ചയിലാണ് ആദ്യത്തെ ഡോസ് നൽകുന്നത് ഒരു കുട്ടിക്ക്? 6 ആഴ്ച. അതിനുശേഷം 10th week. 10 weeks. 10 ഡേയ്സില്, അതിനുശേഷം 14 weeks. 13 weeks. 14 weeks. 40 days. പിന്നെ 18 months. 18 months. പിന്നെ 4.5 years. 4.5 years. 4.5 years. Half years. Then Then 12 and 14 12 years. and between 14. Between 12 and 14 years. അവിടെ ഏത് ഡോസാണ് കൊടുക്കുന്നത്? നോക്കി ശ്രദ്ധിച്ചേ. Diphtheria, tetanus. ഡോസ് അവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അടങ്ങിയ ഡോസ് അവിടെ കൊടുക്കുന്നില്ല. 12 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ ഓരോ രോഗം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം അല്ലെ? അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ ഏതെടുക്കേണ്ടത്? ഡിഫ്തീരിയ എന്താണെന്ന് നോക്കാം അല്ലെ? നമ്മുടെ MT ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഇന്ററാക്ഷൻ ക്ലാസ് അല്ലേ? അപ്പൊ എല്ലാവരും കൂടി ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നിങ്ങളത് എന്താണ്? DPTയുടെ മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ വാക്സിൻ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. എല്ലാവരും കൂടി പറയണ്ട. എന്താണ് മറ്റുള്ളവർക്കും കൂടി അതൊരു നോട്ട്സാവും. പറഞ്ഞോട്ടെ, ഡിഫ്തീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന മറ്റ് എല്ലാ രാജ്യങ്ങളിലും എന്താണ്? ലോകാരോഗ്യ സംഘടന DPTക്ക് എന്താണ്? ഒരു പ്രത്യേക അംഗീകാരം നൽകിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഇന്ത്യ ഉൾപ്പെടുന്ന മിക്ക രാജ്യങ്ങളിലും എന്താണ്? DPT ലോകാരോഗ്യ സംഘടന എന്താണ്? നിഷ്കർഷിക്കുന്ന ഒരു പൊതുജന ആരോഗ്യ നടപടിയാണ് എന്താ? ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെ? ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണെന്ത്? ഇമ്മ്യൂണൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ? പ്രതിരോധ കുത്തിവെപ്പുകൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെ? നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള എന്താണ്? ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ഈ തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ. എല്ലാവർക്കും ഈ പ്രതിരോധ കുത്തിവെപ്പുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അല്ലെ? ഓക്കെ, അതില് എന്താണ് ഡിഫ്തീരിയ? ഇതൊരു തൊണ്ടമുള്ള എന്ന പേരിലാണ് ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് കേട്ടോ. തൊണ്ടമുള്ള. തൊണ്ടമുള്ള എന്ന് പറയുമ്പോൾ നമ്മളുടെ മറ്റു വീണ്ടും മുള്ളാണോ? മുള്ള കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണോ? അല്ലല്ലോ. അല്ല, പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മള് എന്താണല്ലേ തൊണ്ടയിൽ മുള്ളോ എന്നറിയാത്തവർക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ നോർമലി മനസ്സിലായില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ.
അപ്പൊ ഇതെന്താണെന്ന് നോക്കാം. മനുഷ്യന്റെ തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യരുടെ തൊണ്ടയിലെയും അതുപോലെ തന്നെ മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള എന്ന് പറയുന്നത്. എന്താണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്? ഒരാൾ പറഞ്ഞേ. സ്നേഹ ഒന്ന് പറഞ്ഞേ. സ്നേഹ ഓസ്റ്റിൻ. വിനു മ്യൂട്ട് ചെയ്തേ. ഹലോ, സ്നേഹ പറഞ്ഞേ. എന്താണ് ഡിഫ്തീരിയ മോനെ? പറഞ്ഞേ. തൊണ്ടയിൽ ബാധിച്ചിരിക്കുന്ന തൊണ്ടമുള്ളു പോലത്തെ രോഗത്തെ. തൊണ്ടയിൽ മാത്രമാണ് ഇത് ബാധിക്കുന്നത്? ചർമ്മത്തെ, ശ്ലേഷ്മ ചർമ്മത്തെ അല്ലെ? തൊണ്ടയിലെയും മുക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് ഡിഫ്തീരിയ. ഓക്കെ, അത്ര നിങ്ങൾക്ക് വ്യക്തമായോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ തൊണ്ടയിലെയും മൂക്കിലെയും അതുപോലെ തന്നെ അവിടുത്തെ ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണിത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് അല്ലേ? ഏത് തരം രോഗമാണിത്? ഒരു വൈറസ് രോഗമാണോ ബാക്ടീരിയൽ രോഗമാണോ ഇത്? ബാക്ടീരിയൽ രോഗമാണ് അല്ലേ? ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. കോറൈൻ ബാക്ടീരിയകളാണ് ഡിഫ്തീരിയ രോഗത്തിന് കാരണം. ഏത് ബാക്ടീരിയയാണ്? കോറൈൻ കേട്ടോ. കോറൈൻ ബാക്ടീരിയയാണ് ഡിഫ്തീരിയ എന്ന രോഗത്തിന് കാരണം. ഈ ബാക്ടീരിയ മൂക്കിലും തൊണ്ടയിലും പടരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം ബാക്ടീരിയകളാണ്. ഏത് ബാക്ടീരിയയാണ്? കോറൈൻ ബാക്ടീരിയ. കോറൈൻ ബാക്ടീരിയ. കോറൈൻ ബാക്ടീരിയ എഴുതി വെക്കണോ? കോറൈൻ ബാക്ടീരിയ സ്പെല്ലിംഗ് പറയട്ടെ. സ്പെല്ലിംഗ് CORY എഴുതിയെടുക്കാട്ടോ. CORY. ഡിഫ്തീരിയ എന്ന് കൊടുത്തിട്ട് ഒരു ടൈപ്പ് ഹൈഫൺ ഇട്ടിട്ട് അത് ഏത് തരം ബാക്ടീരിയ എന്നുള്ളത് എഴുതാട്ടോ. എന്താണ്? CORYNE. കോറൈൻ. CORYNE. ബാക്ടീരിയം. BACTERIUM. എഴുതിയോ? ഒന്നുകൂടി പറയുന്നു. ബാക്ടീരിയകളൊക്കെ ഡിഫ്തീരിയ ബാധിക്കുന്നത് കോറൈൻ ബാക്ടീരിയമാണ് ഡിഫ്തീരിയ അസുഖം ബാധിക്കുന്നത്. ഏത് അവയവങ്ങളെ ബാധിക്കുന്ന രോഗമാണത്? തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന തൊണ്ടമുള്ള പോലുള്ളത്. ഓക്കെ, സ്പെല്ലിംഗ് കിട്ടാത്തവരുണ്ടോ? CORYNE. CORYNE. കോറൈൻ. CORYNE. CORYNE. കോറൈൻ ബാക്ടീരിയ. കിട്ടിയോ? സ്പെല്ലിംഗ് കിട്ടാത്തവർക്ക് കിട്ടിയോ? അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് തൊണ്ടയിലും മൂക്കിലും വരുന്ന അതുപോലെ ആ ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ഡിഫ്തീരിയ എന്ന് പറയുന്നത് അല്ലേ? ഏത് ബാക്ടീരിയയാണ് ഇതിനെ ബാധിക്കുന്നത്? കൊറൈൻ ബാക്ടീരിയമാണ് ഇതിന്റെ രോഗകാരി. കൊറൈൻ ബാക്ടീരിയമാണ് ഇതിന്റെ രോഗകാരി. ഓക്കെ, ഇതിന് കൃത്യസമയത്ത് നമ്മള് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുത്തില്ലെങ്കിൽ ഈ രോഗം എന്താണ്? കുറച്ച് മൂർച്ചയർഷിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു രോഗത്തിന് പ്രതിരോധ കുത്തിവെപ്പുകൾ നമ്മൾ എടുത്തില്ല എങ്കിൽ എന്താണ്? ഈ രോഗം
കുറച്ച് മൂർച്ചയുള്ളതായിട്ട് മാറാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകള് അനിലാജിത്തിൽ മ്യൂട്ട് ചെയ്യാട്ടോ. കൃത്യസമയത്ത് നമ്മള് പ്രതിരോധ കുത്തിവയ്പ്പുകളെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് തരം പ്രതിരോധ കുത്തിവയ്പ്പായാലും നമ്മളത് ഒരിക്കൽ പോലും എന്താണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാരണവശാലും എന്താണ് നമ്മള് ഇതിനൊരു ഡിലേ വരുത്താൻ പാടില്ല അല്ലെ. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഏകദേശം ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും അല്ലെ. ഇപ്പൊ ഓരോ അസുഖത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ചിലപ്പോ ചിലവര് എന്താണ് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഇപ്പൊ 18 months എന്നൊക്കെ പറയണില്ലേ, ആ ഭാഗമൊക്കെ നമ്മൾ എല്ലാവരും ഒരേപോലെ എടുത്തിട്ടുണ്ടാവണമെന്നില്ല അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും കാരണത്താല് കുഞ്ഞുങ്ങളിൽ ഇത് എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടോ, പക്ഷെ എന്താണ് അത് പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അതിനൊക്കെ എന്താണ് അതിൻ്റെതായ ദോഷവശങ്ങളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒരു കാരണവശാലും തന്നെ എന്താണ് ഒഴിവാക്കാൻ പാടില്ല അല്ലെ. ഏതെങ്കിലും അമ്മമാരിപ്പോ ഒഴിവാക്കിയിട്ടുണ്ടോ? അവർക്ക് സമയത്താണ് നിങ്ങൾ എടുക്കാനുള്ളത്? യെസ് മാം. നമ്മളുടെ അസൗകര്യങ്ങൾ മൂലം ഒരിക്കലും അതൊന്നും മാറ്റി വെക്കരുത് കേട്ടോ. നിങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് സമയത്ത് ഇതുപോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുകയാണെങ്കിൽ എന്താണ് ആ രോഗത്തെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ടു ബ്രീത്ത്, ഹൈ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും, പിന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, കടുത്ത ചുമയുണ്ടായിരിക്കും അല്ലേ. പനി, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകള്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, ഫീവർ ഉണ്ടാകും, പിന്നെന്താണ് കടുത്ത ചുമയുണ്ടാകും അല്ലെ. ഇതുപോലുള്ള രോഗലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന എന്താണ് സിംറ്റംസ് ആയിട്ട് കാണുന്നത് അല്ലെ. പനി, അതുപോലെ തന്നെ ശരീരം വേദന, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകള്, പിന്നെന്താണ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസം, പിന്നെന്താണ് തൊണ്ടയിൽ അതിശക്തമായ വേദന കേട്ടോ. അതുപോലെ എന്താണ് തൊണ്ടയിൽ അതിശക്തമായ വേദന ഉണ്ടാവും, കടുത്ത ചുമയുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഡിഫ്തീരിയ രോഗത്തിന്റെ രോഗലക്ഷണങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ് ഡിഫ്തീരിയ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞേ? ഹൈ ടെമ്പറേച്ചർ, ഡിഫിക്കൽട്ടി ടു ബ്രീത്ത്, കഫ്, പെയിൻ തോട്ട്, തൊണ്ടവേദന, ബോഡി പെയിൻ, നല്ല ചുമയും തൊണ്ടവേദനയും, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ആണെങ്കിൽ ഇത് വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അല്ലേ? വരാതിരിക്കട്ടെ അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ശ്വാസം തടസ്സം ഉണ്ടാകും, പനി ഉണ്ടാകും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, പിന്നെന്താണ് കടുത്ത ചുമയുണ്ടായിരിക്കും, അതുപോലെ തന്നെ ശരീരം വേദന ഉണ്ടായിരിക്കും. മറ്റുള്ളപ്പോൾ എന്തായാലും എന്താണ് ശരീരം വേദന ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെന്താണ് ചിലവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് കാഴ്ച വ്യതിയാനങ്ങൾ വരെ ഉണ്ടാകാൻ ചാൻസസ് കേട്ടോ. കാഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വ്യതിയാനങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെന്താണ് അപ്പൊ ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏതൊക്കെയാണ്? പനി, അതുപോലെ ശരീരം വേദന, ശ്വാസതടസ്സം, കടുത്ത ചുമ, തൊണ്ടയിൽ അതിശക്തമായ വേദന തുടങ്ങിയവയാണ്. അല്ലെങ്കിൽ എന്താണ് കാഴ്ച വ്യതിയാനം. ചിലരിൽ മാത്രമാണ് അതൊക്കെ അനുഭവപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ശരീരപ്രകൃതി ഒരേപോലെ അല്ലല്ലോ അല്ലേ. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഡിഫ്തീരിയ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ക്ലിയർ
യെസ് മാം. ഇനി നമുക്ക് രോഗം ഏത് സമയത്താണ് തിരിച്ചറിയുന്നത്? ഏകദേശം ഓക്കെ. ഈ രോഗം നമ്മൾ ഏകദേശം 2 മുതലോ 5 മുതലോ ദിവസങ്ങൾക്കിടയിലായിരിക്കും നമ്മള് എന്താണ് ഈ രോഗലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമായി വരുന്നത്. അതായത് ഈ കൊറോയിൻ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധ മൂലം എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങള് ഏകദേശം 1-2 ദിവസങ്ങളിൽ 5 ദിവസമുള്ളിലുള്ള കാലയളവില് എന്താണ് നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ബാക്ടീരിയയുടെ എന്താണ് ആക്രമണം മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങള് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഏത് ടൈം പീരീഡിലാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്? എത്ര ദിവസത്തിനുള്ളിലാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്? 2 ദിവസം 2 ദിവസം 2-5 ദിവസത്തിനുള്ളില് within 2 or 5 days എന്താണ് ഈ ലക്ഷണങ്ങൾ, ഈ സിംറ്റംസ് നമ്മുടെ ബോഡി കാണിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡിഫ്തീരിയ എന്ന രോഗം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ അതിന് മുന്നേ എന്താണ് നമ്മള് കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നില്ല? പ്രതിരോധ കുത്തിവെപ്പുകള് എടുക്കാറില്ല. ഓക്കെ, എന്താണ് പ്രതിരോധ കുത്തിവെപ്പുകളെ യഥാസമയം എടുക്കാത്തതിനാലാണ് ഇത്തരത്തിലുള്ള വിനു ആൻസർ പറഞ്ഞതാണോ? ഓക്കെ. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും എന്താണ് ഇമ്മ്യൂണൈസേഷൻ കുറഞ്ഞ വ്യക്തികളുണ്ട് അല്ലെ, പ്രതിരോധ ശേഷി കുറഞ്ഞവരിലായിരിക്കും ഇത് പെട്ടെന്ന് പിടിപെടുന്നത് അല്ലെ. പ്രതിരോധ ശേഷി എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരേപോലെയാണോ? നമ്മൾ എല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്? ഓക്കെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും എന്താണ് വ്യത്യസ്തമാണ് അല്ലെ. ഒരേപോലെയല്ല നമ്മളുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നു. അതിനനുസരിച്ച് എന്താണ് ഓരോ വേരിയേഷൻസ് എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താണ് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക്, പ്രതിരോധ ശേഷി കുറവുള്ളവർക്ക്, അങ്ങനെയുള്ള മുതിർന്ന ആളുകളിൽ എന്താണ് ഇത്തരത്തിലുള്ള രോഗങ്ങള് പെട്ടെന്ന് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. എന്താണെന്ന് ശ്രദ്ധിക്കുക, പ്രതിരോധ കുത്തിവെപ്പുകളെ യഥാസമയം എടുക്കാത്ത കുട്ടികളിലും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും ഈ രോഗാവസ്ഥ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതാണ് പറയുന്നത്, പ്രതിരോധ കുത്തിവെപ്പുകളെ എടുക്കാത്ത കുട്ടികളിലും പ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും എന്താണ് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പൊ ഇതിൽ നിന്നും എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള പ്രതിരോധ കുത്തിവെപ്പുകള് ഇമ്മ്യൂണൈസേഷൻ ഡോസുകൾ കൃത്യമായി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അല്ലെ. ഇനി നമ്മളുടെ പ്രതിരോധ കുത്തിവെപ്പുകള് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ആരാണ് ഇതിന്റെ സംവിധാനത്തിന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽത്ത് സെന്ററുകൾ. ഹെൽത്ത് സെന്ററുകൾ മാത്രമാണോ നമുക്ക്? അംഗൻവാടികള്, ഹോസ്പിറ്റലുകളിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ. ആശാ വർക്കേഴ്സ് നമുക്ക് കുത്തിവെപ്പ് തരുമോ? ഇല്ലല്ലോ. ആശാവർക്കർമാര് നമ്മൾക്ക് എന്താണ് അതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും അതിൻ്റെതായ നിർദ്ദേശങ്ങളൊക്കെ തരും. നഴ്സുമാരായിരിക്കും എന്താ നമ്മൾക്ക് അവിടെ ഇഞ്ചക്ഷൻസ് അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സുകളൊക്കെ തരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ആശാവർക്കർമാർക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളുടെ വീടുകളിൽ അറിയിക്കാൻ മാത്രമേ അവർക്ക് നിർദ്ദേശമുള്ളൂ അല്ലേ? കുത്തിവെപ്പുകളൊക്കെ എടുക്കണമെങ്കിൽ എന്താണ് നഴ്സിനാണത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളത്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റ് സംവിധാനം അല്ലെ,
അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളില് എന്താണ് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനായിട്ട് പ്രത്യേക ദിവസങ്ങളും അവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? ചാപ്റ്റർ യൂണിറ്റ് 7 ആണ് കേട്ടോ ഇതായിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ. PDF ഉള്ളതല്ലല്ലോ മാം. എന്താണ് PDF ഉള്ളതല്ലല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്? PDF ഉള്ളതല്ലേ? ആണാണ്. PDF ആണല്ലോ, PDF ഉണ്ടല്ലോ. പാർട്ട് 1 പാർട്ട് 1 ചാപ്റ്റർ യൂണിറ്റ് 7 നോക്കുക കേട്ടോ. ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ അതല്ല, ഡിഫ്തീരിയനെ കുറിച്ച് ഇങ്ങനെ എന്താ പറയാ ഒരുപാടൊന്നും അതിൽ പറയണില്ലല്ലോ. ഇല്ല, ഓരോ രോഗത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? ഇത് ഒരു ജസ്റ്റ് മാത്രം പറഞ്ഞു പോയാൽ മതിയോ? അതല്ല എന്ന് പറയും. ഇല്ല, ഇതിൽ പറയുന്നില്ല. ശരിയാണ്, ഇതിൽ പറയുന്നില്ല. അങ്ങനെ പറയാനാണെങ്കിൽ വെറുതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. പറയുന്നത് ഓരോ രോഗത്തിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബോറാവുന്നുണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ടോ എക്സാമിന്? ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, പക്ഷെ നമ്മൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ? നിങ്ങൾ ടീച്ചേഴ്സ് ആവുന്നല്ലേ? രോഗത്തെ കുറിച്ച് നമ്മള് കുട്ടികൾ തന്നെ നിങ്ങളോട് ചോദിക്കാം, മിസ്സേ അതെന്താണത്, അതെങ്ങനെ പകരും, അതെങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ വന്നത്, സ്വാഭാവികമായിട്ട് കുട്ടികളെ ചോദിക്കാം. അപ്പൊ നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ ഏത് വിഷയത്തിനെ കുറിച്ചിട്ടും എന്താണ് ഇൻഡെപ്തായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളിൽ നിന്നും ഒരു കുട്ടികളും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും എന്താണ് എല്ലാം അറിയുന്നവരാണെന്നുള്ള വിചാരം മാനസികമാർക്ക് കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. കാരണം നമ്മളതങ്ങനെ സാധിച്ചു കൊടുത്തേക്കുക അല്ലെ? അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളത് അറിഞ്ഞിരിക്കുക. ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസും എല്ലാം എന്ത് ഗൂഗിൾ ചെയ്താലും നമുക്ക് അതിനെ പറ്റി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെന്താണോ പ്രശ്നം? അയ്യോ, കേട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല ഞാൻ PDF ഉണ്ടോ ചോദിച്ചത്. മനസ്സിലായി. ആ, ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞതല്ല, ക്ലിയർ ആയിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് നിർദ്ദേശം അനുസരിച്ചിട്ട് ഓരോന്നും എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയുന്നത്. ഉണ്ടായതുകൊണ്ടല്ല ഞാൻ എടുത്ത PDF പേജ് മാറിപ്പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. എന്താണ് പേര്? സാഹിർ എന്നാണോ എന്റെ പേര്? അല്ലല്ല, റിഷാന എന്ന പേര്. റിഷാന PDF ഉണ്ടാവും നോക്കട്ടെ ശരിക്കും. ഓക്കെ. ഞാൻ ഈ PDF മുന്നിൽ വെച്ചിട്ടാ പഠിക്കണം. പിന്നെ ഞാൻ എടുത്ത പേജ് അല്ലേ, ഇനി വേറെ പേജ് മാറ്റിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ, സാരില്ല. നമ്മൾ എന്താ പറഞ്ഞു പിന്നെ ഡിഫ്തീരിയനെ കുറിച്ചല്ലേ? എന്താ പറഞ്ഞു കുട്ടികളെ? പറഞ്ഞു നിങ്ങള് റീസൺസ് വാക്സിൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ വാക്സിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർക്കാർ ഹോസ്പിറ്റലുകൾ അല്ലെ? സർക്കാർ ആശുപത്രികളിൽ നിന്ന് പ്രതിരോധ വാക്സിൻ പ്രൊവൈഡ് ചെയ്യും. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ എന്താണ് ലഭ്യമാണ്. ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ സർക്കാർ പറയുന്നതാണ് ഓരോ വീടുകളിലെയും കുട്ടികൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകള് ഉറപ്പായി നൽകിയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ അതാരാണ് നിരീക്ഷിക്കുന്നത്? നമ്മുടെ ആശാ വർക്കർമാര് അല്ലെ? അതുപോലെ തന്നെ ഹെൽത്ത് സെന്റേഴ്സിലെ മറ്റ് വർക്കേഴ്സ് ആണ് ഇത്തരത്തിൽ നമ്മളുടെ വീടുകളിൽ വരാറില്ലേ? നിങ്ങളുടെ വീട്ടിൽ വരാറില്ലേ? കുഞ്ഞിന് ഇന്ന മാസത്തിൽ ഇന്ന വാക്സിനേഷൻ എടുത്തോ, അല്ലെങ്കിൽ പോളിയോ വന്ന് ടൈം ആയിട്ടുണ്ട്, ഇന്ന ടൈമിൽ പോയി എടുക്കണം എന്നൊക്കെ പറഞ്ഞു വരാറില്ലേ? നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് അവര് നമ്മൾക്ക് എന്താണ് നേരത്തെ നിർദ്ദേശങ്ങൾ തരുന്നതാണ്. കാരണം എന്താണ് ഇത്തരം അസുഖങ്ങൾക്ക് എന്താണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവരോട് മ്യൂട്ട് ചെയ്യാൻ പറയോ മാം? ക്ലിയർ ആവുന്നില്ല എല്ലാവരും സൗണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം, ബാക്കി കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. മ്യൂട്ട് ചെയ്യട്ടോ. ഇപ്പൊ കൃത്യസമയത്ത് തന്നെ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുത്തതിന് ശേഷം എന്താണ്
എന്താണ് കൂടുതൽ ഈ രോഗം എന്താണ് അപകടാവസ്ഥയിലേക്ക് ആവുന്നതിലേക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വാക്സിനേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് അതിൽ നിന്നും എന്താണ് മുക്തി നേടുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ മിനിമ്യൂട്ട് കേട്ടോ. അപ്പൊ ഈ രോഗങ്ങളുടെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിപ്പെടാതെ തന്നെ എന്താണ് നമ്മൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മോചനം നേടുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ രോഗകാരിയായ ബാക്ടീരിയയുടെ പേരെന്താണ് നമ്മൾ പറഞ്ഞത്? ഏത് ബാക്ടീരിയയാണ് പരത്തുന്നത്? ഒരാൾ പറഞ്ഞാൽ മതി കേട്ടോ. കൊറയും ബാക്ടീരിയ. കൊറേ ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ രോഗലക്ഷണങ്ങള്? തൊണ്ടവേദന, കഴിക്കാൻ പറ്റാണ്ടിരിക്കുക, കുറച്ചാളുകളില് കണ്ണ് കാഴ്ച സൈറ്റ് പ്രശ്നം, കാഴ്ച പ്രശ്നം, കാഴ്ച വൈകല്യങ്ങൾ അല്ലെ. കണ്ണ് പ്രശ്നമല്ല, കാഴ്ച വൈകല്യങ്ങൾ. ബോഡി പെയിൻ, ഫീവർ, കടുത്ത ചുമ, തൊണ്ടവേദന, ശരീരവേദന, അങ്ങനെ തുടങ്ങി ശ്വാസതടസ്സം തുടങ്ങിയ ഇത്തരം അസുഖങ്ങളാണ് ഇത്തരം രോഗലക്ഷണങ്ങളാണ് ഡിഫ്തീരിയയുടെ രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വാക്സിനേഷൻ എങ്ങനെയാണ്? ഡിഫ്തീരിയയുടെ വാക്സിനേഷൻ എങ്ങനെയാണ്? DTP വാക്സിനേഷൻ. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചില്ലേ? DPT വാക്സിനേഷൻ. കോറിയൻ ബാക്ടീരിയ എന്ന ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫ്തീരിയ വാക്സിൻ നമ്മൾ എടുക്കുന്നത് അല്ലെ. 1980 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിന്റെ ഉപയോഗം ഏകദേശം 90% ഫലപ്രദമായത് കേട്ടോ. അപ്പൊ ഈ ഡിഫ്തീരിയയുടെ വാക്സിൻ ഏകദേശം 1980 തുടങ്ങിയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഇത് പ്രധാനമായിട്ടും 3 ഡോസുകളിലൂടെയാണ് ഈ ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നത്. പ്രധാനമായും 3 ഡോസുകളിലൂടെയാണ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നത്. ഏതൊക്കെ ഡോസുകളാണ്? വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഏതൊക്കെ ഡോസുകളാണ് ഡിഫ്തീരിയക്ക് കൊടുക്കുന്നത്? അതായത് 10 വർഷത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് നൽകണം. 10 വർഷത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് നൽകണം. 6 ആഴ്ച പ്രായമായാൽ എന്താണ്? 6 ആഴ്ച പ്രായമായാൽ തന്നെ കുത്തിവെപ്പ് നടത്താവുന്നതാണ്. പിന്നീട് അടുത്ത ഡോസുകള് 4 ആഴ്ചകൾ വീതം ഇടവിട്ട് നൽകണം. അങ്ങനെ 3 ഡോസുകളായിട്ടാണ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നത്. ആദ്യത്തേത് എന്താണ്? 10 വർഷത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്? 6 ആഴ്ച പ്രായമായാല് അതിനുശേഷം 4 ആഴ്ച വീതം ഇടവിട്ട് പ്രതിരോധ കുത്തിവെപ്പുകൾ കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു വാക്സിനേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വെച്ചാൽ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഈ വാക്സിൻ എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ട് വേറെ സൈഡ് എഫക്ട്സുകളോ ഒന്നും ഇല്ലാത്ത ഒരു വാക്സിൻ ആണ് കേട്ടോ. ഡിഫ്തീരിയ വാക്സിൻ എന്ന് പറയുന്നത് സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാതെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിൻ ആണ്. ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിപ്പോ നമ്മുടെ എല്ലാ വാക്സിനും ഉള്ളത് പോലെ തന്നെ ഈ വാക്സിൻ എടുത്താൽ നമ്മുടെ നമ്മൾ എവിടെയാണ് അത് കുത്തിവെക്കുന്നത്? നമ്മുടെ പേശികളിലേക്കാണ് അത് കുത്തിവെക്കുന്നത് അല്ലെ. അപ്പം പേശികളിലേക്ക് കുത്തിവെക്കുന്നത് എന്താണ്? ഒരു കട്ടായപ്പം അതുപോലെ തന്നെ നല്ല പെയിനും ഉണ്ടായിരിക്കും. ഒരു 3-4 ആഴ്ച വരെയെങ്കിലും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നല്ല പെയിന് നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് മാത്രമാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് എല്ലാ വാക്സിനും ഉണ്ടാവില്ല, അതിൻ്റെതായ വേദനകൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് അത് അത്തരത്തിലൊരു ബോഡി നമുക്ക് റിയാക്ട് ചെയ്യുന്നത്. ചിലവർക്ക് എന്താണ് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ചിലപ്പോൾ പനിയോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. എങ്കിലും ഇതിനെന്താണ് പ്രത്യേകമായ ഒരു സൈഡ് എഫക്ട്സും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.
ഈ 3-4 ആഴ്ചക്കുള്ളിലുള്ള വേദനയും മാത്രമാണ് ഇതിനെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാത്ത വാക്സിൻ ആണ് എന്താ ഡിഫ്തീരിയ വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിഫ്തീരിയനെ പറ്റി ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ, എന്താണ് ഈ അസുഖം എന്ന്? യെസ് മാം. ഇപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർട്യൂസിസ് എന്താണെന്ന് കൂടി നോക്കിയാലോ. ഡിഫ്തീരിയ ഓക്കെ ആണോ? എന്താണ് ഓക്കെ മാം, നെക്സ്റ്റ് നോക്കാം. ഓക്കെ മാം. ഏത് വാക്സിൻ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. ക്ലിയർ ആവുന്നു. ക്ലിയർ ആവണുണ്ട് മാം. അപ്പൊ നമുക്ക് ഇനി പെർട്യൂസിസ് എന്താണ് നോക്കുക അല്ലെ. പെർട്യൂസിസ് എന്താണ്? വില്ലൻ ചുമ അല്ലേ, വില്ലൻ ചുമ. മൂവിംഗ് കഫ്. എന്താണ്? മൂവിംഗ് കഫ് അല്ലേ. മൂവിംഗ് കഫ് എന്ന പേരിലും മറ്റൊരു പേരിലും പെർട്യൂസിസ് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പല പേരുകളൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്താണ് വില്ലൻ ചുമ? വില്ലൻ എന്ന് കേൾക്കുമ്പോ നമ്മളുടെ മനസ്സിൽ എന്താ വരുന്നത്? കഠിനമായ എന്താണ്? ഭയോ? പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ചുമ. വില്ലൻ എന്നുള്ള സംഭവം എവിടെയാ കണ്ടാക്കണം? നമ്മള് പ്രധാനമായിട്ടും നമ്മൾ സിനിമകളിലായിരിക്കുമല്ലേ. ഓക്കെ, അപ്പൊ നമ്മളെ ശരീരത്തിൽ ബാധിക്കുന്ന ഒരു മറ്റൊരു വില്ലനാണ് ആര്? ഈ പെർട്യൂസിസ് അഥവാ ചുമേനെയാണ് പറയണത് അല്ലേ. ചുമയാണ് അല്ലെ. ചുമേനെയാണ് ഇത്ര ഭയാനകമായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പെർട്യൂസിസ് അഥവാ മൂവിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ഓക്കെ, ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് ചോദിക്കണേയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് വന്നിട്ടുണ്ടോ? വില്ലൻ ചുമ എല്ലാം നമ്മളെല്ലാവരും വന്നിട്ടില്ല. നമ്മളെല്ലാവരും നല്ല പ്രതിരോധശേഷി ഉള്ളവരാണല്ലേ. ഓക്കെ, എന്റെ ഒരു സിസ്റ്ററിന് വന്നിട്ടുണ്ട്. എന്റെ ഒരു സിസ്റ്ററിന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നു സിസ്റ്ററിന്റെ അനുഭവങ്ങളൊന്ന് പറയാവോ? അറിയാമോ ഫാത്തിമ? എപ്പോഴും അങ്ങനെ ഭയങ്കര ചുമയായിരുന്നു. നിർത്താതെ ചുമച്ച് ചിലപ്പോ യൂറിൻ വരെ പോകും. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അവൾക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ അവര് എവിടെയാ, തിരുവനന്തപുരത്തോ എവിടെ, ഇപ്പോ അവര് ട്രീറ്റ്മെന്റിലാണ്. ഏത് മെഡിസിൻ ആണ് ചെയ്യുന്നത്? അതൊന്നും എനിക്ക് അത്ര വലിയ അറിയില്ല. എന്റെ സ്വന്തം സിസ്റ്റർ അല്ല, എന്റെ അമ്മോന്റെ മോളാണ്. എന്റെ മോൾക്ക് വന്നിട്ടുണ്ട്. അവൾക്കിപ്പോ 4 വയസ്സാണ്. അവൾക്ക് സ്ഥിരം സംഭവം ഉള്ളതാണ്. എന്റെ പേര് ടീന. എന്റെ മോൾ ടീന. എന്റെ മോൾക്ക് സ്ഥിരം ഇത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് അവൾക്ക്. ഞാൻ ഹോമിയോ കൊടുത്താണ് ഒരു പരിധി വരെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കണത്. കാരണം വന്നു കഴിഞ്ഞാൽ നിർത്താതെ പറഞ്ഞോട്ട് കിടക്കാൻ പറ്റൂല അവൾക്ക്. ഈ ചുമ വന്നു കഴിഞ്ഞാൽ കുത്തി ചുമച്ചിട്ട് എഴുന്നേറ്റ് അവസാനം ലാസ്റ്റ് വൊമിറ്റ് ചെയ്യും അവള്. പിന്നെ ഇടക്കിടക്ക് വിട്ടുമാറാണ്ട് ഇങ്ങനെ പനി ഇടക്കിടക്ക്. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഒരു കുറഞ്ഞ് പിന്നെ 4-ാമത്തെ ആഴ്ചയും പിന്നെയും ഇത് വരും. തീർത്തങ്ങനെ മാറാണ്ട് ഇങ്ങനെ 1 മാസത്തോളം ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. മെഡിസിൻ അലർജിക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ രാത്രി കൊടുക്കാനായിട്ട്. അതും അല്ലാണ്ട് ചുമക്കുള്ള മരുന്നും തന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ഒരു 2 ആഴ്ച വലിയ കുഴപ്പമുണ്ടാവില്ല, കുറഞ്ഞു നിൽക്കും. ഇപ്പൊ അലർജിയുടെ ആ മരുന്ന് ഇപ്പൊ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഒരു പക്ഷെ ഇത് തുടർന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഹോമിയോ കൊടുക്കുമ്പോ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അസുഖങ്ങളെ അവൾക്ക് അങ്ങനെ പിടിപെടാറുണ്ടായിരുന്നില്ല. പിന്നീട് ഉള്ളിലോട്ടൊക്കെ പോയി വന്നില്ലേ, കുട്ടികളിൽ നിന്നുള്ള ചെറിയൊരു ഏതെങ്കിലും എന്തെങ്കിലും ഫീവർ അല്ലെങ്കിൽ എന്തെങ്കിലും ജലദോഷം കാര്യമായിരിക്കും വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഏൽക്കും. വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പൊ മറ്റേ മക്കൾക്ക് 2 പേർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവൾക്ക് കടുക്കും. നിൽക്കൂല, ഭയങ്കര കടുത്ത അവസ്ഥയായിരുന്നു. എന്തോ
മോൾക്ക് എല്ലാ കുത്തിവെപ്പുകളും എടുത്തിരുന്നോ? വാക്സിൻസ് ഒക്കെ അവൾക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല. 4 വയസ്സ് വരെ ഞാൻ എല്ലാം കൃത്യമായിട്ട്, ഇനിയിപ്പോ 5 വയസ്സിനുള്ള വാക്സിൻ ഇനി കൊടുക്കാനുള്ള അതുവരെ ഉള്ളതെല്ലാം ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളി മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതില് അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മൂക്കിന് ചെറിയ ദശയുടെതും പിന്നെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടോക്സ്. അപ്പൊ അതിന്റെ ഒക്കെ കൊണ്ട് ആണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയാണ് ആ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിരുന്നു അല്ലെ? എന്തൊക്കെയാ പറഞ്ഞത്? കടുത്ത ചുമയായിരിക്കും അല്ലെ? ചുമച്ച് ഛർദിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഷഹ്ന മ്യൂട്ട് ചെയ്തേ. എനിക്ക് പേരാ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഷഹിന ഇതിനെ കുറിച്ച് പറയണേണോ? പെർട്യൂസിസിനെ കുറിച്ച് പറയുന്നേണോ? ഷഹിന മ്യൂട്ട് ചെയ്തേ. സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം. ഹലോ ഷാഹിന മ്യൂട്ട് ചെയ്യട്ടോ. ബാക്കിയുള്ളവർ ശ്രദ്ധിക്കട്ടോ. പെർട്യൂസിസ് ഏത് ബാക്ടീരിയയാണ് പരത്തുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. പെർട്യൂസിസ് പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണിത് ബ്രോട്ടെല്ല പെർട്യൂസിസ്. ബ്രോട്ടെല്ല പെർട്യൂസിസ്. സ്പെല്ലിംഗ് പറയാം, എഴുതിയെടുത്തോട്ടോ. BORDETTELLA. BORDETTELLA. ബ്രോട്ടെല്ല പെർട്യൂസിസ്. ബ്രോട്ടെല്ല പെർട്യൂസിസ് പകരുന്ന രോഗാണോ? എന്താണ്? രണ്ടും പകരുന്ന രോഗാണോ? പകരുന്ന രോഗമാണ്. പറയാം, നമ്മൾ അതിലേക്ക് വരികയാണ് കേട്ടോ. ബ്രോട്ടെല്ല പെർട്യൂസിസ് എന്ന ബാക്ടീരിയയാണ് എന്തിനു കാരണം? വില്ലൻ ചുമയ്ക്ക് കാരണമായ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ചുമയാണ് അല്ലെ? ചുമയും തുമ്മലും ഉണ്ട് അല്ലെ? ചുമയും കടുത്ത തുമ്മലും ആയിരിക്കും. എന്തിന്? പ്രധാനമായും എന്താണ്? ചുമ തന്നെയാണ് അല്ലെ? അപ്പൊ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നു അല്ലെ? ചുമയ്ക്കുന്ന സമയത്ത് എന്താണ്? ആ ശ്വാസത്തുള്ളികൾ എന്താണ്? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ ഇടയാകുന്നു. അപ്പൊ ഇതെന്താണ്? ഇതൊരു പകരുന്ന അസുഖമാണ് അല്ലെ? പകരുന്ന ഒരു അസുഖമാണ്, രോഗമാണ് പെർട്യൂസിസ് എന്ന് പറയുന്നത്. വില്ലൻ ചുമ. ഓക്കെ, ഇതൊരു ബാക്ടീരിയയാണ് ഇതിന്റെ രോഗകാരി. ബാക്ടീരിയയുടെ പേരെന്താണ് നമ്മൾ പറഞ്ഞത്? ബ്രോട്ടെല്ല പെർട്യൂസിസ്. ബ്രോട്ടെല്ല പെർട്യൂസിസ് ആണ് വില്ലൻ ചുമയുടെ രോഗകാരി. ഓക്കെ, ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് വില്ലൻ ചുമ. ഇതാണ് ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് വില്ലൻ ചുമ. ഡിഫ്തീരിയോ? ഡിഫ്തീരിയ ആര് പരത്തുന്ന രോഗമാണ്? മെസ്സേജ് ചെയ്യാട്ടോ. ഡിഫ്തീരിയയും എന്താണ്? ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. ഏത് ബാക്ടീരിയയാണ് ഡിഫ്തീരിയ പരത്തുന്നത്? കോളൈൻ ബാക്ടീരിയാസ് അല്ലെ? കോളൈൻ ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ പകർത്തുന്നത്. അപ്പോ പെർട്യൂസിസ് പരത്തുന്നത് ആരാണ്? പെർട്യൂസിസ് പരത്തുന്നത് ആരാണ്? ഏത് ബാക്ടീരിയയാണ്? ഏത് ബാക്ടീരിയയാണ്? ബ്രോട്ടെല്ല പെർട്യൂസിസ് ആണ്. എന്താ? പെർട്യൂസിസ് വില്ലൻ ചുമ പരത്തുന്ന ബാക്ടീരിയ. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോയില്ലേ? ഇപ്പൊ ഡിഫ്തീരിയയും പെർട്യൂസിസും ആര് പരത്തുന്ന രോഗമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ബാക്ടീരിയയാണ് പരത്തുന്നത് മനസ്സിലായി. ഓക്കെ, ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ചുമയും കടുത്ത ചുമയും തുമ്മലുമാണ് ഇതിന് പ്രധാന ലക്ഷണങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു അസുഖമാണ്. ഓക്കെ, ഇതിനെ എന്തുകൊണ്ടാണ് വൂപ്പിംഗ് കഫ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് വൂപ്പിംഗ് കഫ് എന്ന് പറയാൻ കാരണം?
എന്തുകൊണ്ടാണ് മൂവിംഗ് കപ്സ് എന്ന് പറയാൻ കാരണം? അതായത് ഭയങ്കര ചുമയായിരിക്കും. ചുമയാണ് ഇതിന്റെ മെയിൻ. നിൽക്കാത്ത ചുമയായിരിക്കും. തുമ്മലായിരിക്കും, നിർത്താതെയുള്ള തുമ്മലായിരിക്കും. ഒരു 100 ദിവസം വരെ ഈ ഒരു ചുമ നിലനിൽക്കും. അതൊക്കെ കൊണ്ടാണ് വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാരണം കൂടി ഞാൻ പറയട്ടെ. അതായത് നമ്മളുടെ വരണ്ട ചുമയാണ് അല്ലെ, കടുത്ത വരണ്ട ചുമയായിരിക്കും ഇതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ചുമച്ച് എന്താണ് നമ്മളുടെ ശ്വാസം എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത് കംപ്ലീറ്റ് പോകും അല്ലെ, ശബ്ദം കംപ്ലീറ്റ് പോകും. അപ്പൊ എന്താണ് ഒരു സൗണ്ട് പുറപ്പെടുവിക്കും എന്നാണ് പറയുന്നത് അല്ലെ, നമ്മളുടെ വായിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ഏത് തരത്തിലുള്ള ശബ്ദമാണത്? ഒരു ശബ്ദമായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. അത്തരത്തിലൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നതിനാലാണ് അതിനെ മൂവിംഗ് കഫ് എന്നും പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെയും ഒരു വശം, മറ്റൊരു വശം കൂടി അതിനുണ്ട്. ഓക്കെ, വൂപ്പ് സൗണ്ട്. അതിപ്പോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ? വേണ്ട അല്ലെ. ഇത് നമുക്കറിയാം, നമുക്ക് അത്യാവശ്യം നോർമൽ ചുമ വന്നാൽ തന്നെ എന്താണ് നമ്മൾ കുറെ നേരം ചുമച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് ശ്വാസവും കിട്ടില്ല, ശബ്ദവും പുറത്തു വരില്ല. നമുക്കൊരു അവസ്ഥ നമ്മൾ എല്ലാവരും നമുക്ക് വരുന്നതാണ് അല്ലെ, നമുക്കറിയാം. അപ്പൊ അതിന്റെ കുറച്ചും കൂടി കൂടിയ ഒരു അവസ്ഥയായിരിക്കും എന്താ ഈ വൂഫിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ആ പേര് അറിയപ്പെടുന്നത്. ഈ രോഗാണു ബാധിച്ചതിന് ശേഷം 5 or 10 ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് ഈ രോഗം മൂർച്ഛിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. മറ്റേതെന്തായിരുന്നു 5 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റേ ബാക്ടീരിയ രോഗലക്ഷണം കാണിച്ചു തരും. ഇവിടെ എങ്ങനെയാണ് 5 or 10 ദിവസമെങ്കിലും എടുത്തിരിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ. ഓക്കെ, അപ്പൊ ഇതിന് രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് കടുത്ത ചുമയാണ്. മാത്രമല്ല എന്തൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോ എന്തൊക്കെ വരും? നമ്മുടെ മൂക്കൊലിപ്പ് വരും. അതുപോലെ തന്നെ നേരിയ ചുമയെന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് അത് ആ ചുമ വലുതാവുന്നത്. അപ്പൊ നേരത്തെ ടീന പറഞ്ഞില്ലേ മോൾക്ക് എങ്ങനെയാണ് ചുമച്ച് ഛർദ്ദിക്കാന്ന് പറഞ്ഞില്ലേ, അത് തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള രോഗലക്ഷണം അല്ലെ. നേരിയ ചുമയിൽ തുടങ്ങി ചുമച്ച് പിന്നെ ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തുന്നു. പിന്നെ എന്താണ് ശ്വാസതടസ്സം. കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കുന്നതിനനുസരിച്ച് എന്താണ് ശ്വാസം എടുക്കാനുള്ള ബ്രീത്തിങ് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മൂക്കൊലിപ്പ്, കഠിനമായ ചുമ, ശ്വാസതടസ്സം, പിന്നെന്താണ് തുമ്മൽ. ഇവയാണ് വില്ലൻ ചുമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഈ ചുമ ഒറ്റ പ്രാവശ്യമാണോ ചുമക്കുന്നത്? ആവർത്തിച്ചാണ് ഈ ചുമ അല്ലെ. നിങ്ങൾ ആവർത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിർത്താതെ ചുമക്കും. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണത് ഈ രോഗം എന്ന് പറയുന്നത്. നമുക്ക് പറയുമ്പോ തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അനുഭവിക്കുന്നവർക്ക് എന്താണ് നമുക്കത് പറഞ്ഞറിയാൻ പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ശിശുക്കളിൽ കുഞ്ഞുങ്ങളിലായിരിക്കും ഇത് മിക്കവാറും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇത്തരം രോഗത്തിൽ. ഇത് പ്രാരംഭത്തിൽ തന്നെ ഇതിനെ ചികിത്സിച്ചില്ലെങ്കിൽ എന്താണ് അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ. അതായത് ശ്വാസകോശ സംബന്ധമായ മറ്റു ബുദ്ധിമുട്ടുകളിലേക്കും എന്താ ഈ ഡിസീസ് പകരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമ്മള് ഏതൊക്കെ ടെസ്റ്റസ് ആണ് ചെയ്യാറ്? നമ്മൾ പ്രധാനമായിട്ടും ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്യും അല്ലെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതുപോലെ എന്താണ് മൂക്കിലെ കഫവും ടെസ്റ്റ് ചെയ്യും അല്ലെ, കഫം പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെയാണ് നമ്മൾ അതിന് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്നത്. പിന്നെ എന്താണ് ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കും അല്ലെ, അതായത് നമ്മുടെ നെഞ്ചിൽ എത്രത്തോളം കഫം കെട്ടിക്കിടക്കുന്നുണ്ടെന്നുള്ളത് എന്താണ് നമ്മൾ എക്സ്റേ എടുത്താല് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ രോഗം നമ്മൾ എന്താണ് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ആന്റിബയോട്ടിക്സുകളും അതുപോലെ തന്നെ മറ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള മരുന്നുകളും കൊടുക്കുകയും ഈ മരുന്നുകൾ കൃത്യമായി കഴിക്കുന്ന വഴി എന്താണ് രോഗം പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നിന്ന് പ്രതിരോധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊടി, അതുപോലെ തന്നെ പുക അല്ലെ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് ഒഴിവാക്കപ്പെടും അല്ലെ. കുഞ്ഞുങ്ങളൊക്കെ എന്താണ് ഈ പുകപടലങ്ങളുള്ള സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ പൊടിയുള്ള സ്ഥലത്ത് നിന്നോ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നത് അത്യാവശ്യമാണ് അല്ലെ.
അപ്പൊ നമുക്കിന്ന് ഇത്രയും മതി അല്ലേ? സമയം കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായോ? യെസ് മാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാലോ? മാം ഒരു ചോദ്യം കൂടിയേ. ആ. ഡിഫ്തീരിയ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമോ? ഡിഫ്തീരിയ അങ്ങനെ പകരുന്ന രോഗമല്ല കേട്ടോ. അത് ആ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്ത് കിടന്നാൽ മാത്രമേ പറ്റുള്ളൂ. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പകരില്ല കേട്ടോ. പുതിയ അറിവുകളുണ്ടോ? പകരുന്നതാണോ? അറിവുകളുണ്ടോ? പുതിയ അറിവുകൾ വേണ്ടി പറഞ്ഞോട്ടോ. അറിയില്ല. അതായത് നമ്മളുടെ മൂക്കിലെയും തൊണ്ടയിലെയും ശ്ലേഷ്മ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു ഇതല്ലേ. അപ്പൊ അത് ഉള്ളിൽ എടുക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പകരുന്ന രോഗമായിട്ട് ഇതുവരെയും കണക്കാക്കിയിട്ടില്ല കേട്ടോ. ഇനി കൂടുതൽ പഠനങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു.